ഹലോ ഫ്രണ്ട്സ്, സ്പൈസസ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു നേന്ത്രപ്പഴ പായസമാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊരു സ്റ്റീമറിലേക്ക് വെച്ച് നല്ലവണ്ണം ഒന്ന് ആവി കയറ്റി പുഴുങ്ങിയെടുക്കണേ. ഇപ്പോൾ ഏകദേശം ആവിയൊക്കെ വന്ന് നേന്ത്രപ്പഴം നന്നായി പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ ഒരു 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് ശർക്കര പാനിയായി കാച്ചിയെടുക്കാം. ശർക്കരയിലുള്ള വേസ്റ്റൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും മാറി കിട്ടിക്കോളും. അതിനാണ് നമ്മളിങ്ങനെ പാനിയായി കാച്ചിയെടുക്കുന്നത്. ഇപ്പം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്, ശർക്കരയൊക്കെ ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അരിച്ചെടുക്കുമ്പോൾ അങ്ങ് മാറിക്കിട്ടിക്കോളും. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. അത് നല്ലവണ്ണം ഒന്ന് പേസ്റ്റാക്കി അരച്ച് എടുക്കാവുന്നതാണ്. അതിനുശേഷം പായസം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കി ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൊത്ത്, അതായത് തേങ്ങ ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അത് നമുക്ക് ഇതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ പായസമൊക്കെ തയ്യാറായി കഴിയുമ്പോൾ ലാസ്റ്റ് അതിലേക്ക് ചേർക്കാനാണ് തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് വെക്കുന്നത്. തേങ്ങാക്കൊത്തിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കാഷ്യൂനട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ടിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ കിസ്മിസും ചേർക്കാവേ. ഇനി നമുക്ക് ഇതൊരു ഗോൾഡൻ കളറ് ആകുമ്പോഴേക്കും ഒന്ന് കോരി മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയത് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് പായസത്തിൻ്റെ ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സാധനമാണ്. ഇതിങ്ങനെ മൂപ്പിച്ച് പായസത്തിലേക്ക് ഇട്ടിട്ട് പായസം കുടിക്കുമ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് കടിച്ചു കുടിക്കാനായിട്ട് എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചേർക്കുന്നത്. അങ്ങനെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരു ലൈറ്റ് റെഡിഷ് കളർ ആകുമ്പോഴേക്കും അതും നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ നെയ്യിലേക്ക് നേരത്തെ അരച്ചു മാറ്റി വെച്ച നേന്ത്രപ്പഴം ഇട്ട് നല്ലവണ്ണം ഒന്ന് വരട്ടിയെടുക്കണേ. നെയ്യിൽ കിടന്നിട്ട് നമ്മുടെ ആ നേന്ത്രപ്പഴം നല്ലവണ്ണം ഒന്ന് വരണ്ട് വരണം. നെയ്യും നേന്ത്രപ്പഴവും ആയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണേ. രണ്ടും കൂടി നല്ലവണ്ണം ഒന്ന് യോജിച്ച് ചേർന്ന് വന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പാകാക്കി വെച്ചേക്കുന്ന ശർക്കര പാനി കൂടി ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കണേ. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് ഈ ഒരു നേന്ത്രപ്പഴം നല്ലവണ്ണം ഒന്ന് വരണ്ട് വരണം. അതിനായിട്ട് ശർക്കരപ്പാനിയിലേക്ക് ഈ നേന്ത്രപ്പഴം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആ കട്ടയൊക്കെ നല്ലതായിട്ട് ഉടച്ചെടുക്കണേ. അപ്പോൾ കൈയെടുക്കാതെ കുറച്ച് നേരം ഒന്നങ്ങ് ഇളക്കി കഴിഞ്ഞാൽ ആ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് നല്ല പാകമായിട്ട് വന്നോളും. ഇനി ഈ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് നമ്മുടെ ഈ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ അങ്ങ് തിളച്ച് വരണം. തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4-5 ഏലക്ക കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാവേ. ഏലക്ക കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിള വരാനായിട്ട് വെക്കണം. ഈ ഒരു സമയത്ത് അസാധ്യമായ ഒരു മണമാണ് വരുന്നത്. ഒരു കൊതിപ്പിക്കുന്ന മണം അങ്ങ് വരും. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. 2ാം പാലും 1ാം പാലും എടുക്കുന്നത് ആദ്യം നമ്മൾ തേങ്ങ ചിരകി 1 കപ്പ് വെള്ളം ഒഴിച്ച് ആദ്യം പിഴിഞ്ഞെടുക്കുന്ന പാല് 1ാം പാലും, ആ കൊത്ത് തന്നെ വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് 2 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കുന്ന പാല് 2ാം പാലുമാണ്. തിളയൊന്ന് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് 1ാം പാൽ എടുത്ത് വെച്ചേക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി
ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒന്നാം പാല് ഒഴിച്ചതിന് ശേഷം പിന്നെ ഒത്തിരി തിളപ്പിക്കരുത്. ഒന്ന് തിള വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് വെച്ചേച്ച് നേരത്തെ നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന കാഷ്യൂവും തേങ്ങാക്കൊത്തും ഒക്കെ ഒന്നിതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റായ പഴം നുറുക്കിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളയൊന്ന് വരുമ്പോഴേക്കും നമുക്ക് ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തേച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴ പായസം ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ സ്വാദുള്ളൊരു പായസമാണിത്. നമ്മുടെയൊക്കെ വീട്ടിൽ നേന്ത്രപ്പഴം വാങ്ങാറുമുണ്ട്. അതൊന്ന് പഴുത്ത് പോയി കഴിഞ്ഞാൽ കഴിക്കാൻ വളരെ മടിയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഭയങ്കര സ്വാദാണ്. ഒരു വാഴയിലയിലേക്ക് ചൂട് പായസം ഇങ്ങനെ കോരി വെച്ചേച്ച് അതിൻ്റെ പുറത്ത് ഒരു പപ്പടം കൂടി ഇട്ടൊന്ന് പൊടിച്ച് കഴിച്ചാൽ എന്താ സ്വാദെന്നറിയോ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ. താങ്ക്